ഞാൻ കുറേ ബ്രേക്കപ്പിൻ്റെയും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ബ്രേക്കപ്പ് ഒന്നിൽ കൂടുതലായി കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ തലയിലാണ് കുറ്റം എന്നുള്ള രീതിയിൽ കുറേ പേര് വന്ന് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓ ഇത്രയൊക്കെ ആയില്ലേ, അപ്പം നിന്റെ ഭാഗത്തല്ലേ തെറ്റ്, എല്ലാവരും നിന്നെ ഇട്ടിട്ട് പോകുന്നുണ്ടെങ്കിൽ നിന്റെ ഭാഗത്തല്ലേ തെറ്റ്. ഈ പറയണ പോലെ എല്ലാവരും എന്നെയല്ല ഇട്ടിട്ട് പോയത്. സ്വഭാവം നന്നല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാനാണ് ഇട്ടിട്ട് പോരുന്നത്. അതൊന്നാമത്തെ കാര്യം. പിന്നെ രണ്ടാമത്തെ കാര്യം, എന്താ പറയണത്, ഇത് തന്നെ ഉള്ളൂ പരിപാടി എന്നൊക്കെ കുറെ പേര് ചോദിച്ചു കേട്ടോ. അങ്ങുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു തവണ പാല് കുടിച്ചപ്പോഴത്തേനും ചൂട് പാലായി, നാക്ക് പൊള്ളിപ്പോയി എന്ന് പറഞ്ഞിട്ട് പൂച്ച പാല് കുടിക്കുന്നത് നിർത്തൂലല്ലോ. അതുപോലെ തന്നെയുള്ളൂ റിലേഷൻഷിപ്പിൻ്റെ കാര്യം. ഒരു മനുഷ്യന് ഒരു റിലേഷൻഷിപ്പ് നന്നായില്ല എന്നുണ്ടെങ്കിൽ അത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത റിലേഷൻഷിപ്പിൽ സ്വാഭാവികമായിട്ടും ആകും. പിന്നെ കറക്റ്റായിട്ട് എങ്ങനെയാ ഇങ്ങനെ വൃത്തികെട്ട ആൾക്കാരിൽ പോയി പെടുന്നത്? അപ്പം നിനക്കല്ലേ പ്രശ്നം, നീ അവരെ കുറ്റം പറയുന്നത്, പക്ഷെ നിനക്കല്ലേ പ്രശ്നം എന്ന് ചോദിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ചക്കയൊന്നും അല്ലല്ലോ തുറന്ന് നോക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എങ്ങനെ ഒരാളുടെ ക്യാരക്ടർ മനസ്സിലാവും? നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ നമുക്ക് ഓക്കെയാണ്. അങ്ങനെയാണ് നമ്മളൊരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് കടന്ന് കുറച്ച് ദിവസം കുറച്ച് നാളൊക്കെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇതിനോട് അടുക്കുമ്പോഴല്ലേ അതിൻ്റെ പുളി അറിയുള്ളൂ എന്ന് പറയുന്ന കണക്ക്. അപ്പം പറ്റില്ല എന്ന് തോന്നും, വേണ്ടെന്ന് വയ്ക്കും. പിന്നെ ഒരു റിലേഷനിൽ കൂടുതലായി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് പെണ്ണിൻ്റെ പ്രശ്നം തന്നെയാണെന്ന് ചിന്തിക്കുന്ന കുറേ വൃത്തികെട്ട ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർ കാരണമാണ് ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള റിലേഷനിലാണെങ്കിൽ പോലും നമ്മൾ പിടിച്ച് കുറേ പെമ്പിള്ളേർ നിൽക്കുന്നുണ്ട്. എനിക്ക് വയ്യ, ആൾക്കാരെ കൊണ്ട് പറയിപ്പിക്കാൻ വയ്യടി, എനിക്ക് വയ്യ, എന്നെ അങ്ങനെ പറയും, എന്നെ ഇങ്ങനെ പറയും, ഞാൻ മോശമാണെന്ന് പറയും എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇങ്ങനെ ബുദ്ധിവികാസം ഉണ്ടാകാത്ത കുറേ ആൾക്കാർ കാരണമാണ് അങ്ങനെ വളരെ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ പെൺകുട്ടികൾ കഴിയേണ്ട അവസ്ഥ വരുന്നത്. കാര്യം ആണിൻ്റെ ഭാഗത്ത് തെറ്റാണെങ്കിൽ പോലും പെണ്ണുങ്ങളെ കുറ്റം പറയുള്ളൂ, പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ എനിക്ക് പറയാനുള്ളതേ, ഈ റിലേഷൻഷിപ്പും ബ്രേക്കപ്പും ഒക്കെ ഇത് വളരെ എന്താ പറയണത്, വളരെ 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 കോമൺ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഒരാളുടെ ലൈഫിൽ. പിന്നെ മനുഷ്യനാണ്, പല സ്വഭാവമാണ്, ചക്കയല്ല തുറന്ന് നോക്കാൻ, അത്രേ ഉള്ളൂ.